न्यायालय ने उस याचिका पर बुधवार तक सुनवाई स्थगित कर दी है जिसमें मणिपुर विधानसभा के अध्यक्ष श्री बोरा बाबू सिंह पर सदस्यों की अयोग्यता वाले मामले में न्यायालय के आदेशों की अवमानना करने के लिए कार्रवाई करने की मांग की गई है। यह सुनवाई न्यायाधीश श्री LM शर्मा के नेतृत्व वाली ഇങ്ങനെ ഉച്ചത്തിൽ ടി വി വെച്ചോണ്ടിരുന്ന പുറകെ കൂടെ ആരെങ്കിലും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയി അറിയത്തില്ലല്ലോ. പുറകിലത്തെ വാതിലൊക്കെ അടച്ചിരിക്കുക, ആരും ഒന്നും കൊണ്ടുപോയില്ല. നീ എന്താ ഇത്ര താമസിച്ചത്? പൈസാറിന്റെ മകന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ വൈകിട്ടായിരുന്നു. അയ്യോ, അതിന്നായിരുന്നു. എന്താ എന്നെ കൊണ്ടുപോവാഞ്ഞ്? മിസ്സസ് ആൻഡ് മിസ്റ്റർ പ്രേമേന്ദ്രന്റെ പേരിലായിരുന്നില്ലേ ഇൻവിറ്റേഷൻ കാർഡ്? അത് പിന്നെ എഴുതുമ്പോ അങ്ങനെയല്ലേ എഴുതുള്ളൂ. എന്ന് വെച്ച് കുടുംബം മുഴുവൻ ഒരുങ്ങി കെട്ടി പോകണമെന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? കല്യാണം എങ്ങനെ ഉണ്ടാവാൻ? ചെറുക്കൻ മണ്ഡപത്തിൽ വന്നിരുന്നു, പെണ്ണ് ഉടുത്തുരുങ്ങി അതിനടുത്ത് തന്നെ വന്നിരുന്നു, ശാസ്ത്രം വായിച്ചു, അവൻ അവരുടെ വയറ്റിൽ താലി കെട്ടി. ഇതേപോലെ പൊട്ടനാട്ടം കാണുന്ന പോലെ അമ്മ ഇതെന്തോന്ന് കണ്ടോണ്ടിരിക്കുക. ഉടനെ ഒരുങ്ങാമെങ്കിൽ നമുക്കൊരു സെക്കൻഡ് ഷോയ്ക്ക് പോവാം. അയ്യോ, ഞാൻ വന്നു. പേടിക്കണ്ട, മഴയൊന്നും പെയ്യില്ല. അയ്യോ അതല്ല, കാക്ക മലർന്ന് പറക്കുന്നുണ്ടോന്ന് നോക്കുമായിരുന്നു. വലിയ ഒരുക്കൊന്നും വേണ്ട, സെക്കൻഡ് ഷോയാ. ആയുഷ്മാൻ ഭവ. मैं शांति नगर की गोरखा हूँ. तुमने प्यार किया? മനസ്സിലായില്ല. ഹിന്ദി നഹി മാലൂം? ഹിന്ദി അറിയാം, പക്ഷെ താൻ പറഞ്ഞ് മനസ്സിലായില്ല. പുതിയ താമസക്കാരനാണെന്നാ ചോദിച്ചത്. അതെ, മേനെ പ്യാർ കിയ. ഹം കിസി സെ കം നഹീം. എനിക്ക് മലയാളം നല്ല വശമില്ല. പരന്തു റോട്ടി കപ്പട ഓർ മക്കാൻ എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പഠിച്ചതാണ്. ഹാത്തി മേരാ സാത്തി. എനിക്ക് എല്ലാ ഭാഷകളും സുഹൃത്തുക്കളെ പോലെയാണ്. ആരാണ് നിങ്ങൾക്ക് ഈ ഗൂർക്കയുടെ വേഷം തന്നത്? ശാന്തി നഗർ की അസോസിയേഷൻ സെക്രട്ടറി, വീഡിയോ ലൈബ്രറി നടത്തുന്ന ചാണ്ടി കുഞ്ഞി സാബ്. മേരാ പിതാജി മക്കൻ സിംഗ് ഗിരിനഗർ की ഗൂർഖ ഹെ. അമ്മ മലയാളിയാ, അതുകൊണ്ട് എസ്കിമോ അപ്പിനെ ഹഡലേക്കാർ കർബനായ. രണ്ട് ഭാഷയും വലിയ കുഴപ്പം കൂടാതെ പറയാൻ പറ്റും. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? കരീബി ഹെടോ, ഒന്നും ചെയ്യണ്ട. ആ കഥകും ജനലും അങ്ങോട്ട് അടച്ചിട്ട് ചന്തോർ ബിജലി നല്ലപോലെ ഉറങ്ങിക്കോളൂ. ഞാൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. കള്ളന്മാരാരെങ്കിലും കണ്ടാൽ മുക്കന്തർ കി സിക്കന്തർ. അവന്റെ കഥ കഴിഞ്ഞത് തന്നെ. ഈ ഹിന്ദി സിനിമകളുടെ പേരും വീഡിയോ ലൈബ്രറിയിലെ ചാണ്ടി കുഞ്ഞ് പഠിപ്പിച്ചതായിരിക്കും. മനീഷ് അപ്പിനെ പരിസ്ഥിതി ഗുലാമേ. സിനിമ കൊണ്ട് നമ്മളെ പോലെ എത്ര പേരാ ജീവിക്കുന്നത്? പ്രേമേട്ടിന് ഷർട്ട് മാറണ്ടേ? വേണ്ട, സിനിമയ്ക്കായിരിക്കും. ആ കിസാ കുർസിക്ക ധൈര്യമായിട്ട് പോണം. ഈ വീട്ടിൽ ഒറ്റ കള്ളം കയറാൻ ഞാൻ നോക്കിക്കോളാം. മാതാജി നമുക്കരാം. ഈ സാരി എപ്പോ പഠിച്ചു? അത് കൊള്ളാം. അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ ഉടുത്തത് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ പ്രേമേട്ടൻ എന്റെ ഏത് ഡ്രസ്സാ ഓർമ്മയുള്ളത്? ഓരോ ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. അതറിയാൻ പറ്റും. അലക്കി തേച്ച് കൊടുക്കുന്നത് അവരല്ലേ. വേഗം ഗേറ്റ് പൂട്ടി ഇറങ്ങാൻ നോക്ക്. മുഴുവൻ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പോന്നേ? എല്ലാരും കൂടെ എങ്ങോട്ടാ? അപ്പുറത്തെ വീട്ടിലെയാ. ഹലോ, ഞാൻ ടൂറിലായിരുന്നു, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് വന്നേനെ. ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാൻ നാളെ വരാം. MD മോന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാ, കൂടെ ഒരു ഷോപ്പിംഗും. ഫിലിം പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. അതെ. അയ്യോ, എന്ന സമയം കളയണ്ട. ഇവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടാൻ പ്രയാസം. ഞാൻ ആ ജംഗ്ഷനിൽ വിളിച്ചുവിടാം. വേണ്ട, കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾ നടന്നോളാം. എന്നാ ശരി, വരട്ടെ. ആയിക്കോട്ടെ. ടിക്കറ്റ് കിട്ടുവോ എന്തോ? ആ കൊച്ചൻ വണ്ടി വിളിച്ച് തരാന്ന് പറഞ്ഞതാ. അയാൾക്ക് എന്താ ജോലി? മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. വെറുതെ അല്ല അത്രയും വാചകം. ഒട്ടും സംസാരിക്കാത്തവരെക്കാൾ ഭേദം. ദൈവമേ മുരുക. സാരികൾ, വിധവിധமான சாரிகள். அம்மா, செல்வம் வந்திருக்கு. இந்த வட்டி நிறைய கொண்டு வருகிறார். அம்மா வந்து பாருங்கம்மா, செல்வம் வந்திருக்கு. சாரி. നമസ്കാരം ഉണ്ട്. വരൂ. സാറും ഉണ്ടോ? ഇല്ല, പുറത്തുപോയി. அப்படியா? இந்த வாட்டி நிறைய வெரைட்டி இருக்கு பாருங்க. സാരി നോക്കുന്നോ? ഇൻസ്റ്റാൾമെന്റാ. 6 തവണയായിട്ട് പൈസ കൊടുത്താൽ മതി. பாருங்கம்மா, நிறைய வெரைட்டி இருக்கு. നോക്കുന്നതിനെന്താ? ചെല്ല്. ആ രണ്ടാമത് ഇരിക്കുന്ന ഇങ്ങടുത്തെ. ஏதம்மா? ആ ബ്ലാക്കിൽ പുള്ളിയുള്ളത്. எடுத்துறேன். இது வந்து போச்சம்பள்ளி. உங்க போடிக்கு ரொம்ப நல்லா இருக்கும். சிகப்பா இருக்குல்ல, எடுத்துக்கம்மா. நல்லா இருக்குல்ல.
എടുക്കുന്നില്ലേ? ഗാർഡൻ വെരലി, ബംഗാൾ കോട്ടൺ, ജോർജറ്റ്, ഓർഗണ്ടി, பூனம், தாரிக, சுங்கிடி எது வேணாலும் செலக்ட் பண்ணுங்கம்மா. ஃபாரின் வேணா ஃபாரின் தர்றேன். அப்படிங்க எல்லாமே புது வெரைட்டி தான். விலை குறைச்சு ஜாஸ்தியா இருக்கும். நான் என்ன பண்றதுப்பா? അണ്ണാച്ചി എന്നാമാ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. ഇത് ബോംബെയിലെ നേതാണല്ലോ. സീലുണ്ടല്ലോ. അത് വന്ന് ഫോറിൻ സാധനങ്ങളെല്ലാം ഫോറിലാണ് ഉണ്ടാക്കണമെന്ന് ചേച്ചിയോട് ആറ് പറഞ്ഞു കൊടുത്തു. വിദേശ മദ്യം ഇന്ത്യയിൽ ഉണ്ടാക്കണുണ്ടല്ലോ. അമ്മാവക്ക് ഒരു ചുരിദാർ എടുക്കട്ടുമാ? ഓ, ഇനി ഈ വയസ്സുകാലത്ത് ചുരിദാറിടാത്ത കുഴപ്പമേ ഉള്ളൂ. വയസ്സാനവങ്ക പോട്ടാ വയസ്സ് കമ്മിയായിടും. എന്ന് താൻ അറിഞ്ഞിട്ടുണ്ടോ? കളിയാക്ക വേണ്ട. ഞാൻ നൈറ്റിലെ സൽവാർ കമ്മീസ് പോട്ട് ഞാൻ പഠിക്കുന്നത്. സാരി ഇഷ്ടായില്ലെങ്കിൽ ചുരിദാർ നോക്ക്. കഞ്ചിക്കോട്ട ചുരിദാർ, മിഡീസ്, ഹക്കോബാത്തിനൂടെ സൽവാർ കമ്മീസ് ഇருக்கு. വേണമാ വേണമാ? അയ്യോ വേണ്ട. എന്താ ഇടാറില്ലേ? പ്രേമേട്ടന് ഇഷ്ടല്ല. ചുരിദാറിനൊക്കെ എന്താ വില? ചുമ്മാതല്ല ആണുങ്ങളൊന്നും ഇടാൻ സമ്മതിക്കാത്തത്. ഏയ് അതുകൊണ്ടല്ല, ഞാൻ സാരി ഉടുക്കുന്നതാ പ്രേമേട്ടന് ഇഷ്ടം. പുള്ളിക്കാരനൊരു മുണ്ടുപ്രിയനാണെന്ന് തോന്നുന്നു. ദീപോന്റെ ഡാഡി നേരെ തിരിച്ചാ. വല്ലപ്പോഴും ഒരു സാരി ഉടുക്കാൻ എനിക്ക് എന്ത് കൊതിയാണെന്നോ. പക്ഷെ സമ്മതിക്കണ്ടേ, കാലത്തിനനുസരിച്ച് വേഷം മാറണമെന്നാ അദ്ദേഹം പറയുന്നത്. ഇപ്പൊ എനിക്ക് ഫാഷനൊക്കെ ഇഷ്ടാ. ഇതൊക്കെയാണെങ്കിലും ടെക്സ്റ്റൈൽസ് നല്ല സാരി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കണ്ടാൽ മേടിച്ചോണ്ട് വരികയും ചെയ്യും. ക്ഷേത്രത്തിൽ പോകുമ്പോ ഞാൻ സാരിയെ ഉടുക്കുമെന്നറിയാം. കഥ മറ്റും ചൊല്ലിട്ട് ഇരിക്കീங்களே, വ്യാപാരം നടക്കില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നെന്ന്. വാ നോക്കാം. ആരാ? എന്താ മനസ്സിലായില്ല? ബെഡ്റൂം ആയി ഉണ്ടോ? ബെഡ്റൂം ആയില്ല, ബെഡ്ഷീറ്റ് ഉണ്ട്. തമാശ പറഞ്ഞാണോ? അല്ല, തമാശ അല്ല. റിച്ചാർഡ് ഗോൺസാൽവസും എമിലി ബോണറ്റും ഒരു ബെഡ്ഷീറ്റ് മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ആക്ഷൻ മൂവിയാണ് ദി ബെഡ്ഷീറ്റ്. ഇന്റർവെൽ കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ആണ് കഥ കൊണ്ടുപോകുന്നത്, അല്ലേടാ? വേണോ? വേണ്ട. റോസ, ഐ ലവ് യു. ഉണ്ടോ? ഉണ്ട്. ഇല്ല, ഔട്ട് ഓഫ് സെഷനാ. ഓ, എന്നോട് ഇഷ്ടം കൂടാ. ആ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? കുറച്ചു നേരമായല്ലോ തുടങ്ങിട്ട്. മതി പറഞ്ഞത്. ബൈക്കിലുള്ള ഈ ഫോളോ ചെയ്യില്ലേ, വെച്ച് നടത്താൻ ഭാവെങ്കിൽ വിവരം അറിയും. മടി. സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ്, ഒന്നേ. ബ്രദേഴ്സ്, ബ്രദേഴ്സ്, ഒരുത്തനും കാസറ്റ് എടുത്തിട്ടില്ല. ഒന്നേ. ചോദിക്കുന്നോണ്ട് പരിഭവം തോന്നരുത്. നിങ്ങൾ കാസറ്റ് എടുക്കാൻ തന്നെയാണോ വന്നത്? വേറെ എവിടെ എന്തിരിക്കുന്നു എടുക്കാൻ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, അതാ സംശയം. മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? മെമ്പർഷിപ്പ് എടുക്കണം. ഓഹോ, ഇപ്പൊ സമയമില്ല, നാളെ വരാം. ആഹാ. ചെത്ത് പിള്ളേരാ സാറേ, സൂക്ഷിച്ച് സംസാരിച്ചില്ലേ ചെത്തിക്കളയും. അല്ല, സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. ഞാൻ ശാന്തിനഗറിലെ പുതിയ താമസക്കാരനാ. ഓ, ഫസ്റ്റ് സ്ട്രീറ്റിലെ കോളേജ് ലെക്ചർ ആണല്ലേ? ഞാൻ ശാന്തിനഗർ അസോസിയേഷൻ സെക്രട്ടറി ചാണ്ടിക്കുഞ്ഞ്. അറിഞ്ഞു, ഗൂർക്ക പറഞ്ഞു. പറഞ്ഞല്ലേ? ജോലി കൊടുത്തതിന്റെ ബഹുമാനമാണ്. എന്റെ പേര് ദിവസവും 4 പേരുടെ അടുത്ത് പറഞ്ഞ് എന്നെ നാറ്റിച്ചില്ലേ, അവൻ ഉറങ്ങുകയല്ല. ഇവിടുത്തെ ഹിന്ദി കാസറ്റുകൾക്കും പുള്ളി നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. എനിക്കൊരു മെമ്പർഷിപ്പ് വേണമായിരുന്നു, അതിന്റെ ടേംസും കാര്യങ്ങളൊക്കെ. സിമ്പിൾ. സാർ അകത്തോട്ടിരുന്നാട്ടെ. കമാ. സാർ ഇവിടെ വരുന്നു, തിരയുന്നു, ഇഷ്ടമുള്ള കാസറ്റ് എടുക്കുന്നു, VCR ഫീഡ് ചെയ്യുന്നു, പടം കാണുന്നു, തിരിച്ചിവിടെ കൊണ്ട് തരുന്നു. റെന്റ് 8 rupees പെർ കാസറ്റ്. ഇവിടെ കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവൻ അവിടെ വന്ന് കളക്ട് ചെയ്യും. വേണ്ട, ഞാൻ തന്നെ റിട്ടേൺ ചെയ്തോളാം. മതി. നോക്കി നിൽക്കാതെ രജിസ്റ്റർ എടുത്തൊന്ന് എഴുതണം സാർ. എങ്ങനെയുണ്ട് ഈ സാരി? എവിടുന്നാ? ഇൻസ്റ്റാൾമെന്റിൽ എടുത്തതാ. അപ്പുറത്തെ രാധിക നിർബന്ധിച്ചപ്പോ ഞാനും ഒന്നെടുത്തു. എങ്ങനെയുണ്ട്? ഈ ഇൻസ്റ്റാൾമെന്റ് ഏർപ്പാടൊക്കെ കളിപ്പീര. എത്ര രൂപയായി? 225 പറഞ്ഞു. 200 തന്നു. അല്ല, വില കൂട്ടിയിട്ടിട്ട് സൗകര്യം പോലെ കുറയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലോ. കടയിൽ നിന്നായിരുന്നെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടിയനെ. ടഫ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മോളിതൊന്നും ഉടുത്ത് കാണാതെ ഞാൻ എങ്ങനെ ഫൈനലായിട്ടൊരു അഭിപ്രായം പറയുന്നത്? ഇപ്പൊ വേണോ? ഇപ്പൊ തന്നെ ഒരു ഡ്രസ് റിഹേഴ്സൽ നടത്തി വെച്ചാ ഞായറാഴ്ച പാട്രിക്കിന്റെ മാരേജിന് എനിക്കിത് സജസ്റ്റ് ചെയ്യാലോ. പാട്രിക്കിന്റെ മാരേജിന് ഞാൻ വരണോ? പിന്നെ ഞാൻ തനിച്ചു പോവാനോ? അത് കൊള്ളാം. ഇതൊന്നും ഉടുക്ക്. ചെല്ല് ചെല്ല്. സുരേന്ദ്ര സാറിന്റെ വൈഫ് ഇതുപോലെ വെട്ടില് വീണതാ. കഴുകിയപ്പോ നിറം മുഴുവൻ ഇളകിപ്പോയി. കോയമ്പത്തൂരിലെ മില്ലിൽ വരുന്ന വേസ്റ്റ് ഇവന്മാര് കിലോ കണക്കിന് തൂക്കിക്കൊണ്ടിരുന്ന.
നല്ല സാധനോട്ട് കിട്ടത്തുമില്ല. മാസം മാസം എന്റെ മോന്ത കാണുകയും വേണം. അതുകൊണ്ട് ആരും മേടിക്കാതിരിക്കല്ലേ. ഞാനൊരു സാരി എടുത്തത് പ്രേമേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞാ മതിയല്ലോ. അയാൾ വരുമ്പോ ഇത് തിരിച്ചു കൊടുത്തേക്കാം. റെഡി. ആഹാ, എന്റെ മോളെ കലക്കി. എന്താ രാജേട്ടാ ഇത്? അപ്പുറത്തൊക്കെ ആളുകളുണ്ട്. എന്തൊരു മാച്ചിങ്. എന്റെ മോളുടെ ആർട്ടിസ്റ്റിക് ടാലന്റ് ഏട്ടൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പൂവിന് നിറം പോലെ അങ്ങനെ ശരീരത്തിൽ ചേർന്ന് കിടക്കുകയല്ലേ. അയ്യോ രാജേട്ടാ, താഴെ നിർത്ത്. ഞാൻ വീഴുന്നേ. ഞാൻ എടുത്തേക്കുമ്പോ വീഴാനോ? സാരി മേടിച്ചതിനല്ല ഞാൻ കുറ്റപ്പെടുത്തിയത്. പെണ്ണുങ്ങളെ കബളിപ്പിച്ച് കാശുണ്ടാക്കാൻ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വീഴുവരുന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ടെക്സ്റ്റൈൽ ഷോപ്പിലാകുമ്പോ ആവശ്യത്തിന് സെലക്ഷനും കിട്ടും. ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു കൊടുത്തേക്കാവുന്ന. ഇന്ന് മുഴുവൻ കുറ്റപ്പെടുത്താൻ ഒരു കാര്യം കിട്ടി.